പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ ഇന്ന് കേരളത്തിൽ കൂടുതൽ ആൾക്കാർ ഒരു സ്കിൽ ബേസ്ഡ് കോഴ്സായിട്ട് പറയാണ്. അപ്പോൾ അതിൽ ഇന്ന് കേരളത്തിൽ ഗവൺമെൻറ് കോളേജുകളിലും സ്വാശ്രയ കോളേജിലും പഠിക്കാൻ സാധ്യമായിട്ടുള്ള ലിസ്റ്റ് ഓഫ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ചർച്ച. നമ്പർ 1 വരുന്നത് MLT ആണ്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ സാധാരണയായിട്ട് MLT എന്ന് പറയുന്ന ഡിഗ്രി കോഴ്സ് ഉണ്ട്, അതുപോലെ അതിൻ്റെ ഡിപ്ലോമ കോഴ്സാണ് DMLT എന്ന് പറയുന്നത്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് +2 ഇല്ലാത്ത കുട്ടികളാണ്, കൊമേഴ്സ് ആണ് പഠിച്ചത് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഡിപ്ലോമ MLT പഠിക്കാൻ 3 കൊല്ലം വേണ്ടി വരും. നേരെ മറിച്ച് സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടിയാണെങ്കിൽ ഡിപ്ലോമ ഇൻ MLT അവർക്ക് 2 വർഷം പഠിച്ചാൽ മതി. അപ്പോൾ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കോഴ്സാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഏതൊരു ക്ലിനിക്കുകളിലും നമുക്ക് ബ്ലഡ് ടെസ്റ്റ് തൊട്ടിട്ടുള്ള എല്ലാ ടെസ്റ്റിനും ഇവർ വളരെ അത്യാവശ്യമുള്ള ആൾക്കാരായ കാരണം കൊണ്ട് സാലറി എന്ന് പറയുന്നതിനായിട്ടും കൂടുതൽ ജോലിയാണ് വേണ്ടത് ഏറ്റവും ആദ്യം എന്ന് പറയുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ MLT. നമ്പർ 2 എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി എന്നാണ് പറയുന്നത്. നമുക്കറിയാം പലതരത്തിലുള്ള റേഡിയേഷനുകൾ ഇന്ന് നമ്മൾ നടത്തുന്നുണ്ട് അല്ലേ. സാധാരണയായിട്ട് എക്സ്റേ എന്ന് പറയുന്ന റേഡിയേഷൻ മാത്രമാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് എക്സ്റേ റൂം ഓർമ്മ വരാം. അതല്ലാതെ തന്നെ ഓൺകോളജി, ക്യാൻസർ പേഷ്യൻസിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള റേഡിയേഷൻ ഉണ്ട് ഇല്ലേ. ഈ റേഡിയേഷൻ തെറാപ്പി എല്ലാം തന്നെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഈ റേഡിയോളജിസ്റ്റുകളാണ്. ഇനി അതേപോലെ തന്നെ ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി എന്ന് പറയുന്ന 3 വത്സര കോഴ്സ് ഉണ്ട്. ഇതും സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കുന്നത് കുട്ടികൾക്ക് ഈ പറയുന്ന ക്യാൻസർ അല്ലെങ്കിൽ ഓൺകോളജി വിഭാഗങ്ങളിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു നല്ലൊരു ഭാവി അവർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഒപ്താൽമിക് അസിസ്റ്റന്റ് എന്നാണ് പറയാം. നമുക്കറിയാം സാധാരണയായിട്ട് ഈ കണ്ണട റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് ഇല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, ബൈ കോൺവെക്സ് ലെൻസ്, പ്ലാനാർ ലെൻസ്, ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ കൂളിംഗ് ഗ്ലാസ് ആയ കാലം പോലും റെയ്ബാൻ ഗ്ലാസ് 4000-5000 രൂപ വിലയുണ്ട് അല്ലേ. തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഓരോ കോഴ്സുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നേരെ മറിച്ച് നമ്മൾ വേറൊരു കോഴ്സിലേക്ക് പോവുകയാണ്. നമ്മൾ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ അല്ലെങ്കിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്നാണ് ആ കോഴ്സിനെ നമ്മൾ വിളിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ നമ്മൾ പഠിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾക്ക് ഉപയോഗം വരും. അതേപോലെ തന്നെ നമുക്ക് എന്താണ് അനസ്തേഷ്യ കൊടുക്കാം. അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ 1 ml പോലും കുറയാൻ പാടില്ല. എന്നാൽ മാത്രമാണ് അനസ്തേഷ്യ പ്രോപ്പറായിട്ട് ഒരു രോഗിക്ക് കൃത്യമായിട്ട് ഓപ്പറേഷന് മുൻപാണ് അനസ്തേഷ്യ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിക്കൂറിൻ്റെ ഓപ്പറേഷൻ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം അദ്ദേഹത്തിൻ്റെ ബോധം ഉണരാനായിട്ട്. നേരെ മറിച്ച് കുറച്ച് ഡോസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഓപ്പറേഷൻ തിയേറ്റർ കഴിഞ്ഞ് പിറ്റത്തെ ദിവസം ഉച്ചയാകുമ്പോഴും എഴുന്നേൽക്കുക അല്ലേ. അല്ല, നമ്മളൊരു പൊടിക്ക് കുറവാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് പേഷ്യൻ്റ് കണ്ണ് തുറക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്തായിരിക്കും ആ ഒരു ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷം എന്ന്. അപ്പോൾ അനസ്തേഷ്യ എന്ന് പറയുന്നത് ഭയങ്കര ക്രിട്ടിക്കലാണ്. അടുത്ത കോഴ്സാണ് ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം ഹൃദയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ്. പിന്നെ അടുത്തതാണ് ബ്രെയിനിൽ നമുക്കറിയാം ഈ ട്യൂമർ ഉണ്ടാവാം, അല്ലെങ്കിൽ തലടിച്ച് വീഴുമ്പോൾ രക്തം ക്ലോട്ടായ ബ്രെയിൻ ഹാമറേജ് എന്നൊക്കെയും പറയും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ന്യൂറോ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്ലോമ കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ പിന്നെയുള്ള കോഴ്സാണ് ഡയാലിസിസ് ആൻഡ് റീനൽ ടെക്നോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം ഡയാലിസിസ് പേഷ്യൻസിൻ്റെ എണ്ണം ഓരോ ദിവസം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇത്തരത്തിലുള്ള എല്ലാ കോഴ്സുകളും നമുക്ക് ഈ പറയുന്ന പാരാമെഡിക്കലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ഓൾ ദി ബെസ്റ്റ്.